വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നിലെ കാരണം അറിയാമെന്നും അത് വെളിപ്പെടുത്താൻ സാധിക്കില്ലെന്നും വ്യക്തമാക്കിക്കൊണ്ട് സുഹൃത്തിന്റെ വാട്സപ്പ് സന്ദേശം. സിദ്ധാർത്ഥന്റെ കൂടെ പഠിച്ച കുട്ടി സഹപാഠിക്ക് അയച്ച വാട്സപ്പ് സന്ദേശമാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം സിദ്ധാർത്ഥനെതിരെ പരാതി നൽകിയ പെൺകുട്ടിയെയും പ്രതി ചേർക്കണമെന്ന് സിദ്ധാർത്ഥന്റെ കുടുംബം ആവശ്യപ്പെട്ടു. ആൾക്കൂട്ട വിചാരണയ്ക്കിരയായി വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ ജീവനൊടുക്കിയ സംഭവത്തിൽ SFI പ്രവർത്തകർ ഉൾപ്പെടെ പ്രതികളായ 19 വിദ്യാർത്ഥികൾക്ക് 3 വർഷത്തേക്ക് പഠനവിലക്ക്. പൂക്കോട് വെറ്ററിനറി കോളേജ് ആന്റി റാഗിംഗ് കമ്മിറ്റിയുടേതാണ് തീരുമാനം. രാജ്യത്തെ അംഗീകൃത സ്ഥാപനങ്ങളിൽ എവിടെയും ഇവർക്ക് പഠനം തുടരാനാവില്ല. സിദ്ധാർത്ഥനെ ക്രൂരമായി ആക്രമിച്ച കേസിൽ പ്രതിപട്ടികയിലുള്ള 18 പേർക്കും സംഭവത്തിൽ പങ്കുള്ള മറ്റൊരു വിദ്യാർത്ഥിക്കുമാണ് ഇപ്പോൾ വിലക്ക്. അതേസമയം തന്നെ കേസിൽ പ്രതിയായ ഒരാൾ കൂടി വെള്ളിയാഴ്ച കീഴടങ്ങിയിരുന്നു. മലപ്പുറം സ്വദേശിയായ ഇയാൾ കൽപ്പറ്റ കോടതിയിലാണ് കീഴടങ്ങിയത്. ഇതോടെ കേസിൽ പിടിയിലാകുന്നവരുടെ എണ്ണം 11ആയി. കസ്റ്റഡിയിലുണ്ടായിരുന്ന SFI കോളേജ് യൂണിയൻ പ്രസിഡന്റ് K. അരുൺ, യൂണിറ്റ് സെക്രട്ടറി അമൽ ഇസ്ഹാൻ, യൂണിയൻ അംഗം ആസിഫ് ഖാൻ എന്നിവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. കേസിൽ നേരത്തെ 7 പേർ അറസ്റ്റിലായിരുന്നു. ബാക്കിയുള്ള 7 പേരെ പിടികൂടാൻ ഇനിയും പോലീസിന് സാധിച്ചിട്ടില്ല. കൽപ്പറ്റ DYSP TN സജീവന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. സിദ്ധാർത്ഥന്റെ മരണത്തിനു പിന്നാലെ കോളേജിലെ ഒരു വിദ്യാർത്ഥിനി സിദ്ധാർത്ഥനെതിരെ പരാതി നൽകിയിരുന്നു. ഇതും ഏറെ ദുരൂഹമായിരുന്നു. സിദ്ധാർത്ഥൻ മരിച്ച ദിവസമായ 18-നാണ് പെൺകുട്ടി കോളേജ് അധികൃതർക്ക് പരാതി നൽകിയെന്ന് പറയുന്നത്. എന്നാൽ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷിക്കുന്ന DYSP കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിട്ടില്ല എന്നാണ്. ഇത്തരത്തിലൊരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ കോളേജ് അധികൃതർ എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ല എന്നതാണ് ഉയരുന്ന ചോദ്യം. BVSC 2ാം വർഷ വിദ്യാർത്ഥിയായ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥനെ ഫെബ്രുവരി 18-നാണ് ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാലന്റൈൻസ് ഡേ ദിനാചരണവുമായി ബന്ധപ്പെട്ട് കോളേജിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് കോളേജിൽ വെച്ച് സിദ്ധാർത്ഥന് ക്രൂരമർദ്ദനവും ആൾക്കൂട്ട വിചാരണയും നേരിടേണ്ടി വന്നത്. 3 ദിവസം ഭക്ഷണം പോലും നൽകാതെ തുടർച്ചയായി മർദ്ദിച്ചെന്നും ആരോപണമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ ഈ ആരോപണങ്ങൾ സാധൂകരിക്കുന്നതായിരുന്നു. ദേഹമാസകലം ബെൽറ്റ് കൊണ്ട് അടിച്ചതിന്റെയും അടയാളങ്ങളുണ്ടായിരുന്നു. ഇലക്ട്രിക് വയർ കൊണ്ട് കഴുത്തിൽ കുരുക്കിട്ടതായും മൃതദേഹ പരിശോധനയിൽ കണ്ടെത്തി. പൂക്കോട് വെറ്ററിനറി കോളേജ് ഹോസ്റ്റൽ, കോളേജിന് സമീപത്തുള്ള കുന്ന്, ഹോസ്റ്റലിന്റെ നടുമുറ്റം, ഡോർമെറ്ററി തുടങ്ങി 4 സ്ഥലങ്ങളിൽ വെച്ചാണ് സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചത് എന്നാണ് കോളേജിലെ റാഗിംഗ് വിരുദ്ധ സ്ക്വാഡിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് സിദ്ധാർത്ഥൻ നേരിട്ടത്. ഇത് പുറത്തു പറയാതിരിക്കാൻ തന്നെ വിദ്യാർത്ഥികൾക്കിടയിലും സമ്മർദ്ദമുണ്ടായിരുന്നു.